പലതരം ചേരുവകൾ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് കേട്ടോ കംപ്ലീറ്റ് റെസിപ്പി നമ്മൾ ചെയ്തിട്ടുള്ളത്. കാണുന്ന ഭംഗി മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് ആണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. എഗ്ഗ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ചിക്കൻ ഷവർമ, വെജിറ്റബിൾ ഷവർമ, പനീർ ഷവർമ ഏത് വേണമെങ്കിലും റെഡിയാക്കാം. ചിക്കനും പനീറും എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെയിം രീതിയിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് പൊരിച്ചെടുത്താൽ മതി. വെജിറ്റബിൾസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കനും പനീറും വെച്ചുള്ള സ്റ്റെപ്പ് ഒഴിവാക്കിയാൽ മതി. അതിന് പകരമായിട്ട് ഇത്തിരി കടിക്കാനും ടേസ്റ്റുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. പച്ച പീസ്, കോണൊക്കെ വേവിച്ച് ചേർക്കാം. എഗ്ഗ് പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ എഗ്ഗ് പുഴുങ്ങിയത് മുറിച്ചിടാം. നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പിസ്സ ബേസിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ച് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന്റെ ഒപ്പം തന്നെ 1/2 കപ്പ് വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദപ്പൊടി മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോ ഗോതമ്പൊടി ചേർത്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരത്താനൊക്കെ ഇച്ചിരി കൂടി എളുപ്പമുണ്ടാവും. പിന്നെ നമുക്കത് ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ഇച്ചിരി കീറിയെടുക്കാനൊക്കെ ഇച്ചിരി കൂടി എളുപ്പമുണ്ടാവും. പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. കുറഞ്ഞെന്നാലും കുഴപ്പമില്ല, കൂടാണ്ടിരുന്നാൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗറും പഞ്ചസാരയും എല്ലാ സ്ഥലത്തേക്കും തിരുമ്മി യോജിപ്പിക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലോ ഫാം ഓയിലോ ഗീയോ എന്താണെങ്കിലും മതി. ഈ ഓയിലുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കർഡ് ഇട്ട് കൊടുക്കാം. പുളിയില്ലാത്ത തൈരാട്ടോ. ഇപ്പൊ നമ്മളിട്ട എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. ഇതിനുശേഷം ഇഞ്ഞത് വെള്ളം ഒഴിച്ച് നമുക്കൊരു ഡോ തയ്യാറാക്കണം. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒക്കെ ആയിട്ട് ഒഴിച്ചെടുത്ത് കൈനധികം ബലം കൊടുക്കാതെ പൊടിയും വെള്ളമായിട്ട് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ. ഇങ്ങനെ പൈന തിരുമ്മി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പൈന കംപ്ലീറ്റ് പൊടിയും വെള്ളമായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു ഡോ തയ്യാറാക്കണം. ഇപ്പൊ ഇത് നന്നായി കുഴച്ചൊരൊറ്റ ഡോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ബലം പിടിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിന്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് നനഞ്ഞൊരു തുണി കൊണ്ട് അടിച്ചു വെക്കുക കേട്ടോ. മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം, പിന്നെ സാലഡ് റെഡിയാക്കണം, മയോണൈസ് റെഡിയാക്കണം. എല്ലാം നമ്മൾ റെഡിയാക്കണം. റെഡിമെയ്ഡ് ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. സോസ് മാത്രം, ടൊമാറ്റോ സോസ് മാത്രം ഞാൻ റെഡിമെയ്ഡ് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ബേസിൽ തേക്കാനായിട്ട് അതൊരു ഇത്തിരി മതി. ടൊമാറ്റോ സോസ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് തക്കാളി ഒന്ന് വാട്ടിയെടുക്കുക, അല്ലെങ്കിൽ ചുട്ടെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്, അല്ലെങ്കിൽ വാട്ടിയെടുക്കുക. എന്നിട്ട് തൊണ്ടൊന്ന് പൊളിച്ചളഞ്ഞിട്ട് അടിച്ചെടുത്താൽ മതി. അതാവുമ്പോൾ ഇച്ചിരി കൂടുതൽ ഒഴിക്കാം കേട്ടോ. നമുക്ക് സാലഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. നമ്മൾ പുറത്ത് ചുമ്മാ വെറുതെ കഴിക്കാനല്ലല്ലോ, ഇതിന്റെ അകത്ത് ഫില്ല് ചെയ്യാനാണ്. അപ്പൊ വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. ക്യാബേജ് കുറച്ച് അധികം എടുക്കാം കേട്ടോ. ക്യാബേജിന് പകരം ചൈനീസ് ക്യാബേജ് കിട്ടാണെന്നുണ്ടെങ്കിൽ അതാട്ടോ കൂടുതൽ നല്ലത്. പിന്നെ ലെറ്റ്യൂസോ ബ്രോക്കോളി അതൊക്കെ ഇടാന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. എൻ്റെ അടുത്ത് അതൊന്നുമില്ല, ഞാൻ സാധാ ക്യാബേജ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാരറ്റ്, പിന്നെ കുക്കുംബർ, ക്യാപ്സിക്കം, കുറച്ച് സവാള മതി കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്, പച്ച പീസ് ഒക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് വേവിച്ചിട്ട് വേണം ചേർക്കാൻ. വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോവരുത് കേട്ടോ. കുറച്ച് കുറഞ്ഞെന്നാലും കുഴപ്പമില്ല, കൂടി പോവരുത്. പിന്നെ 1 ടീസ്പൂൺ വിനാഗറും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതോടെ അടിച്ച് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും അത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചിക്കൻ അല്ലെങ്കിൽ പനീർ മാരിനേറ്റ് ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് മൈദപ്പൊടി 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ടർമറിക് പൗഡർ ഒരു പിഞ്ച് മതി കേട്ടോ. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. രണ്ടും കൂടി ഞാൻ ചതച്ചെടുത്തതാണ്. ജിഞ്ചർ 1 ടീസ്പൂൺ, ഗാർലിക് 1 ടീസ്പൂൺ വെച്ച് പേസ്റ്റ് എടുത്താൽ മതി കേട്ടോ. പിന്നെ കർഡ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ്, അധികം പുളിയില്ലാത്തത് കേട്ടോ. ഇനി ലെമൺ ജ്യൂസ് 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു ബാറ്റർ റെഡിയാക്കണം. 2-3 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ മതിയാവും കേട്ടോ. നമുക്ക് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്, മാരിനേറ്റ് ചെയ്യാനാണ്. ബാറ്റർ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കാം. ഇതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പനീർ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായിട്ടാട്ടോ പനീർ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങൾ ചിക്കനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനേലും ഇച്ചിരി കൂടി വലുതാക്കി എടുക്കാം കേട്ടോ. പനീർ ചുങ്ങില്ല അധികം, ചിക്കനാണെങ്കിൽ ചുങ്ങി പോവാം. അപ്പൊ ചിക്കനാണെങ്കിൽ ഇച്ചിരി കൂടി വലുതാക്കി അരിയാം കേട്ടോ. അതും അവിടെ മാറ്റി വെക്കാം. നമുക്കത് ലാസ്റ്റ് ഭരിക്കാം കേട്ടോ. ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. മയോണൈസിലേക്ക് വെളുത്തുള്ളി പച്ചന ഇടാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് 2-3 ടേബിൾ സ്പൂൺ
ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഗാർലിക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു 7 ഗാർലിക് എടുത്തിട്ടുണ്ട്. എൻ്റെ ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ വലിയ ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 മതിയാവും കേട്ടോ. മയോണൈസിലേക്ക് മുട്ട വേണം. അതും ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് കുത്തി വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം അതവിടെ മാറ്റി വെക്കുക. ഇനി മറ്റൊരു പാത്രം എടുക്കുക. അതിലേക്ക് മൈദപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെള്ളം കേട്ടോ, സാധാരണ പച്ചവെള്ളം 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. മൈദപ്പൊടിയും വെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. ഇപ്പൊ നമ്മൾ കലക്കി വെച്ച 2 സാധനങ്ങളും വേവിച്ചെടുക്കണം. ആദ്യം തന്നെ എഗ്ഗ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാന് ചൂടാവാൻ വെക്കാം. ചൂടായ ശേഷം എഗ്ഗ് അതിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എഗ്ഗ് ജസ്റ്റ് ഒന്ന് വാടാനേ പാടുള്ളൂ. കുക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റും സ്ട്രക്ചറും കിട്ടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. മുട്ട ഇട്ടെടുത്ത് പാൻ ചൂടായി മുട്ട ഇട്ടെടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തവയുടെ ചൂടിൽ നമുക്ക് മുട്ട കുക്കായി കിട്ടും. ഞായില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. സെയിം പാനിലേക്ക് നമ്മൾ കലക്കി വെച്ച മൈദപ്പൊടിയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ചെറിയ ചൂടിൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാം. കൂട്ടിയിടരുത്. ഫ്ലെയിം കൂട്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മൈദ വേവില്ല. കുഞ്ഞു പിള്ളങ്ങൾക്ക് കുറുക്കുണ്ടാക്കുന്ന പോലെ ഈ ഒരു സ്ട്രക്ചറിലാക്കി എടുക്കാം. ഇപ്പത്തേനും നമ്മുടെ മൈദ വെന്തിട്ടുണ്ടാവും. ഇനി നമ്മളിപ്പോ കുക്ക് ചെയ്ത് വെച്ച 3 ഇൻഗ്രീഡിയന്റും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം വെള്ളുള്ളിയും ഓയിലും മൈദയുടെ ബാറ്റർ പിന്നെ എഗ്ഗ് എല്ലാനും കൂടി ഇട്ട് കൊടുക്കാം. അത് 3 ഇട്ട് കൊടുത്ത ശേഷം ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. സാൾട്ട് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എല്ലാനും കൂടി ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മയോണൈസിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഉപ്പുമല്ല മധുരമല്ല പുളിയല്ല. അപ്പൊ നമ്മൾ അതനുസരിച്ച് എല്ലാനും വിധത്തിൽ നിൽക്കണം. എന്നാലാണ് മയോണൈസിന്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ഉപ്പ് കൂടി പോവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മധുരമാണെങ്കിലും കൂടിപ്പോയ ടേസ്റ്റ് ഉണ്ടാവില്ല. പുളിയാണെങ്കിലും ഒരു മിതത്തിൽ നിൽക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം കുറച്ചിട്ട് എടുത്തിട്ട് പിന്നെ പോരായ്ക ഉണ്ടെങ്കിൽ പിന്നെ കൂട്ടി കൊടുത്താൽ മതി. എനിക്ക് കുറച്ച് ഉപ്പിന്റെ കുറവ് വന്നായിരുന്നു. ഞാനത് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാര കുറവുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിനും ഒന്ന് കടിക്കാൻ കിട്ടാനായിട്ട് പൊട്ടറ്റോയും കൂടി ഞാൻ ഫ്രൈ ചെയ്ത് ഷവർമയുടെ അകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റ് ആണ്. ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെയാണ് നമ്മൾ ഇത് റെഡിയാക്കുന്നത്. പെർഫെക്റ്റ് ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിന്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം കേട്ടോ. ഇതിപ്പോ ഇതുപോലെ നീളത്തില് വീഡിയോയിൽ കാണിച്ചെടുക്കുന്ന പോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. പൊട്ടറ്റോ പലതരത്തിലുണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈഡ് റൈസിനൊക്കെ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് കുറഞ്ഞ പൊട്ടറ്റോ ആയിരിക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടറ്റോ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. തിളച്ച ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത ശേഷം പൊട്ടറ്റോ ഒക്കെ അതിലേക്ക് ഇട്ടെടുക്കാം. അതിനുശേഷം വിനെഗർ 1/2 ടീസ്പൂണും കൂടി ഇട്ടെടുക്കുക. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പം തന്നെ കോരിയെടുക്കാം കേട്ടോ. അതിലേക്ക് കിടന്ന് വെള്ളം കയറരുത്. തിളപ്പിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് കുക്കായി പോയാലും പേടിക്കാനൊന്നുമില്ല കേട്ടോ. സുർക്ക കിടക്കണോണ്ട് അതങ്ങനെ അങ്ങോട്ട് കുക്കായി പോവില്ല. വെള്ളത്തിലിറങ്ങുന്ന സുർക്ക കൂടിപ്പോവാനും പാടില്ല കേട്ടോ. കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോക്ക് കയ്പ്പ് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക. 1/2 ടീസ്പൂണിൽ കുറവിട്ടാലും കുഴപ്പമില്ല, കൂടുതലിടണ്ട. പൊട്ടറ്റോ വാരി എടുത്ത് ഞാൻ കുറച്ച് സമയം വെച്ച് അതിന്റെ വെള്ളമൊക്കെ ഒപ്പി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അതിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊട്ടറ്റോയുടെ എല്ലാ സ്ഥലത്തേക്കും കോൺഫ്ലവർ പൊതിയണം. ചെറിയൊരു ലെയർ ആട്ടോ, ചെറിയൊരു കോട്ടിംഗ് ആണ് അത് വരുന്നത്. എന്നാലും അത് വരുമ്പോ ആ വെള്ളത്തിന്റെ ഒരു നനവ് പുറത്തുണ്ടാവില്ല. അപ്പൊ നമുക്ക് പൊട്ടറ്റോ പൊരിക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടും. പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ. നല്ല തിളച്ച എണ്ണയിലേക്ക് പൊട്ടറ്റോ അങ്ങ് ഇട്ടെടുക്കാം. 2-3 മിനിറ്റ് മതി കേട്ടോ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാൻ. നമ്മുടെ പൊട്ടറ്റോ ഹാഫ് കുക്ക് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് ഇട്ട് ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് കുക്കാവും. ഒരു ചെറിയ ക്രിസ്പിനെസ് ഒക്കെ വരും. അപ്പൊ ആ സമയത്ത് കോരിയെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഓയിലില് വെളിച്ചെണ്ണയുടെ മിക്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നിന്ന് പറ്റിയൊരു അബദ്ധമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ മുകളിൽ ഈ മാതിരി പത വരണത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പൊട്ടറ്റോ ഇട്ടെടുത്ത ശേഷം ഒരു 30 സെക്കൻഡത്തേക്ക് ഒന്ന് ഇളക്കാൻ നിൽക്കണ്ട കേട്ടോ. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഒരു ക്രിസ്പിനെസ് നമുക്ക് തോന്നൂലോ. ആ സമയമാകുമ്പോൾ കോരിയെടുക്കാം കേട്ടോ. ഇപ്പൊ ഇതായിട്ടുണ്ട്, ഞാൻ കോരിയെടുക്കാണ്.
പൊട്ടറ്റോയുടെ ഫ്രൈഡ് റൈസ് പണ്ട് ഞാൻ ഒത്തിരി ട്രൈ ചെയ്ത് ഇപ്പൊ കുറെ പരീക്ഷണങ്ങൾ നടത്തിയ പിന്നെയാണ് കറക്റ്റ് ക്രിസ്പി ആയിട്ടുള്ളത് കിട്ടിയത്. ഇപ്പൊ ഇത് ശരിക്കും ക്രിസ്പി അല്ല കേട്ടോ, ഞാൻ അകത്ത് വെക്കാനായ കാരണം ഒരുപാട് ഉമ്മിട്ട് പണിതിട്ടില്ല. അപ്പൊ ശരിക്കുള്ള പൊട്ടറ്റോ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി ആയിട്ട് ഇനി ഒരു ദിവസം വരാം. ഇനി സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് പനീർ അല്ലെങ്കിൽ നിങ്ങൾ ചിക്കനാണ് എടുത്തേക്കണമെങ്കിൽ അതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ചിക്കൻ ആണെങ്കിലും പനീർ ആണെങ്കിലും കുക്കാവാൻ ഇത്ര പറ്റി സമയമൊന്നും എടുക്കൂല. പനീർ പെട്ടെന്ന് തന്നെ ആവും. ചിക്കൻ ആണെങ്കിലും അധികം ടൈം എടുക്കൂല കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഷവർമയുടെ ഫില്ലിങ് കംപ്ലീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഷവർമയുടെ ബേസ് ആണ്. അതിന് വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നനഞ്ഞ തുണി മുകളിലിട്ട് വെച്ചതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കൂലേ, അതേപോലെ പരത്തിയെടുക്കുക. അത്യാവശ്യം നല്ലോണം കനം കുറയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര കനം കുറയ്ക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് കനം കുറച്ച് പരത്താം. ഹലോ ഗൈസ്, ഈ വീഡിയോ ഒരു സെറ്റപ്പ് ആക്കാനായിട്ട് നല്ലതുപോലെ എൻ്റെ ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത് അതാണ്. അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. ഈ ചാനലിലേക്ക് ആദ്യമായിട്ടൊക്കെ വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ചാനൽ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതാണ്. ചപ്പാത്തി നല്ലോണം കനം കുറച്ച് നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര കനം കുറയ്ക്കുന്ന അത്രയും നമുക്ക് കഴിക്കാനായിട്ടൊരു സുഖം ഉണ്ടാവും. നന്നായിട്ട് ചൂടായ ഒരു തവയിലേക്ക് അത് ഇട്ടെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചുട്ടെടുക്കാൻ. 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് മതിയാവും ഇത് കുക്കായി വരാനായിട്ട്. ഇതിന്റെ പുറത്തൊക്കെ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോ ഓയിൽ തേക്കുന്നില്ല, അല്ലാണ്ട് തന്നെ നല്ല മയമുണ്ട്. കംപ്ലീറ്റ് ചപ്പാത്തി ഞാനിപ്പോ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിലേക്ക് തക്കാളിയുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് കുറച്ച് ഇട്ടെടുക്കാം. കുറച്ച് മതി കേട്ടോ. കംപ്ലീറ്റ് ഒന്ന് നിരപ്പിന് കിട്ടിയാൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. അതിനുശേഷം മയോണൈസ് നന്നായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ. മയോണൈസും പിന്നെ സാലഡ്, പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് വെച്ചത്, പിന്നെ പനീർ ചിക്കനോ നിങ്ങൾ എന്താണ് എടുത്ത് വെച്ചിട്ടുള്ളത് അതിടാം. എല്ലാം ഇട്ട ശേഷം ബൗളിൽ കുറച്ച് മയോണൈസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മയോണൈസിന് നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസും സാലഡും പിന്നെ പനീർ ചിക്കനൊക്കെ കൂടി വരുമ്പോൾ അത് അങ്ങോട്ട് കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് ആണ്. ഫ്രഞ്ച് ഫ്രൈസും എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ മയോണൈസ്, ഫ്രഞ്ച് ഫ്രൈസ്, സാലഡ് എല്ലാം ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രഞ്ച് ഫ്രൈസ് എടുക്കുമ്പോൾ ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ അല്ലെങ്കിൽ പനീർ മാരിനേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ എടുത്തോക്കാം. ആവശ്യമുള്ള സമയത്ത് പൊരിച്ചെടുക്കാം. ഷവർമ ബേസ് ആണെങ്കിൽ ഹാഫ് കുക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് സമയത്ത് വേണമെങ്കിലും ഷവർമ സെറ്റ് ആക്കി എടുക്കാം. താങ്ക് യു ഓൾ.